പാലക്കാട് കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ സേലം സ്വദേശി അശ്വിനി കണ്ണനെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കോളേജിലെ സുരക്ഷയെ ചൊല്ലി ക്യാമ്പസിൽ പ്രക്ഷോഭത്തിലാണ് വിദ്യാർത്ഥികൾ. പാലക്കാട് കഞ്ചിക്കോട് IITയിലെ വിദ്യാർത്ഥിനിയെ ക്യാമ്പസിനകത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് തലക്ക് അടിയേറ്റ് ഗുരുതര പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഡേറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനി തമിഴ്നാട് സേലം സ്വദേശി 21-കാരി അശ്വിനി കണ്ണനാണ് പരിക്കേറ്റത്. വലത് കണ്ണിന് മുകളിലായി നെറ്റിയിലും തലയിലുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അശ്വിനിയും സുഹൃത്തുക്കളും IIT അക്കാദമിക് ബ്ലോക്കിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായതെന്നാണ് വിവരം. മറ്റു വിദ്യാർത്ഥികൾക്ക് പിന്നാലെയാണ് അശ്വിനി ഉണ്ടായിരുന്നത്. നിലവിളി കേട്ട് സഹപാഠികൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തലയിൽ രക്തമാർന്ന നിലയിൽ അശ്വിനിയെ കണ്ടെത്തിയത്. അബോധാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥിനിയെ ഉടൻ തന്നെ IITയിലെ അധ്യാപകരും ഉദ്യോഗസ്ഥരും ചേർന്ന് വാളയാറിലെ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി രാത്രി വൈകി കോയമ്പത്തൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണ കാരണവും ആരാണ് ആക്രമിച്ചതെന്നും അറിയില്ലെന്നാണ് വിദ്യാർത്ഥിനി രാത്രി വൈകി നൽകിയ മൊഴിയിൽ പറയുന്നതെന്ന് കസബ പോലീസ് ഇൻസ്പെക്ടർ M സുജിത്ത് അറിയിച്ചു. മരത്തടിയോ മറ്റോ ഉപയോഗിച്ച് അടിച്ചതാകാമെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ ആശങ്ക അറിയിച്ച് 200ഓളം വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുകയാണ്. അക്രമത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഈ ചാനൽ ന്യൂസ് പാലക്കാട്. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.